എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മാത്യു. ഞാൻ ബാംഗ്ലൂർ ഒരു പ്രൊഫഷണൽ മീഡിയ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. കഴിഞ്ഞ 8 കൊല്ലത്തെ എൻ്റെ കഷ്ടപ്പാടാണ് ബാംഗ്ലൂർ ഞാൻ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള മീഡിയ. അപ്പോൾ അത് ഏകദേശം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ അടുത്ത ബിസിനസ് എന്ത് ചെയ്യണം എന്നുള്ളൊരു ആലോചനയിലായിരുന്നു കഴിഞ്ഞൊരു 3-4 മാസമായിട്ട്. ആൻഡ് ഫൈനലി ഞാൻ അടുത്ത ബിസിനസ് എന്താണെന്ന് തീരുമാനിച്ചു. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. അതിൻ്റെ ഭാഗമാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ. അപ്പോൾ എൻ്റെ അടുത്ത സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്പാണ്. യെസ്, ദ നെയിം ഈസ് ദ ഫാം സിൻഡിക്കേറ്റ്. സോ ഞാൻ അഗ്രികൾച്ചറിലേക്ക് ഇറങ്ങാൻ പോവാണ്. സത്യം പറയാലോ, കോർപ്പറേറ്റ് ലൈഫ് നല്ല രീതിയിൽ മടുത്തു. ബാംഗ്ലൂർ ട്രാഫിക്, ക്ലയൻസ്, അവരുടെ തലവേദന, പേയ്മെൻറ്റ് നല്ല ഫ്രസ്ട്രേറ്റിംഗ് ആണ്, നല്ല ഭ്രാന്താണ്. എല്ലപ്പോഴും നാട്ടിലേക്ക് വന്നിട്ട് ഈ പച്ചപ്പ് ഹരിതാപേൻ്റെ ഇടയിൽ കൂടി ഇരിക്കുമ്പോൾ കിട്ടുന്ന മനസമാധാനം ഉണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തുകൊണ്ട് ഇതിൽ നമുക്കൊരു സ്റ്റാർട്ടപ്പ് ട്രൈ ചെയ്തുകൂടാന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തീരുമാനിച്ചു നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് ഐ എം ഗോയിങ് ടു ഡു ഇൻ അഗ്രികൾച്ചർ. ഇറ്റ് ഈസ് എ അഗ്രി സ്റ്റാർട്ടപ്പ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് നെക്സ്റ്റ്. അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചാണ് 2026 ജാനുവരി 1, അഥവാ ഈ വീഡിയോ ഇടുന്ന ഈ ദിവസം. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഗ്രികൾച്ചർ, ഫാമിങ്ങും അതേപോലെ ആനിമൽ ഹസ്ബൻഡറിയും ഒക്കെ. പക്ഷേ ഐ ആം നോട്ട് എ പ്രൊഫഷണൽ അറ്റ് ഇറ്റ്. സോ വലിയൊരു ലേണിംഗ് പ്രോസസ്സ് ഇതിന് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റേതായ റിസ്ക് എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ ഈങ്ങാപ്പുഴയിൽ ഒരു 70 സെൻറ്റ് സ്ഥലം ഞാൻ പാട്ടത്തിനെടുത്തു. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്ഥലത്തിൻ്റെ അതിരിൻ്റെ ഏറ്റവും മുകളിലാണ്. ഈ ഒരു ലൈൻ താഴത്തേക്കും ഈ ഒരു ലൈൻ ഇങ്ങോട്ടും സ്ട്രെയിറ്റ് 70 സെൻറ്റ് സ്ഥലമാണ്. ഈ തെങ്ങുംതോപ്പ് മുഴുവനാണ് ഞാനിപ്പോൾ പാട്ടത്തിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡ്രോൺ ഇപ്പോൾ പുറകോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു സ്ഥലം കാണാൻ പറ്റും. തെങ്ങൊക്കെ നട്ടതാണ്, പക്ഷേ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം എല്ലാം വളരെ ശോഷിച്ച രീതിയിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത 2 കൊല്ലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് ബിൽഡ് ചെയ്തെടുക്കുക. എങ്ങനെ ഒരു പ്രോപ്പർ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റീവ് സ്റ്റാർട്ടപ്പായിട്ട്. അപ്പോഴാണ് എനിക്ക് അടുത്ത പ്രശ്നം വരുന്നത്. അഗ്രികൾച്ചർ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, എസ്പെഷ്യലി ഇനീഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഓൾറെഡി ഒരു മീഡിയ ബിസിനസ് ഉണ്ട്, എനിക്ക് ഓൾറെഡി ഒരു മീഡിയ ടീമുണ്ട്, എൻ്റെ കയ്യിൽ മീഡിയ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അത് എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്ത് തരാൻ ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാന്ന് വിചാരിച്ചു, എൻ്റെ പ്രോസസ്സ് ഐ ആം ഗോയിങ് ടു ഡോക്യുമെൻറ്റ്. സോ അതാണ് ഈ വീഡിയോയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ചെയ്യുന്നതും. ഈ ഫാം ലാൻഡ് ഞാൻ എങ്ങനെ ബിൽഡ് ചെയ്യുന്നു, ഇത് എങ്ങോട്ട് എത്തുന്നു ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഈവൻ ഇഫ് ഇറ്റ്സ് എ ഫെയിലിയർ ആയാലും സക്സസ് ആയാലും ഐ എം ഗോയിങ് ടു ഷൂട്ട് എവറിത്തിങ്, ഐ എം ഗോയിങ് ടു മേക്ക് ലോട്ട് ഓഫ് വീഡിയോ അബൌട്ട് എവറിത്തിങ്, ഐ എം ഗോയിങ് ടു ഷെയർ എവറിത്തിങ്, ഐ ലേൺ ഓൾസോ. ഈ ഒരു ജേണി ഞാൻ ഫെയിലിയർ ആയാലും സക്സസ് ആയാലും എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫാം ബിൽഡ് ചെയ്യുക, ആ ഫാം പ്രോഫിറ്റബിൾ ആക്കുക, അഗ്രികൾച്ചറിൽ മാക്സിമം മോഡേണൈസേഷനും അതേപോലെ ടെക്നോളജിയും ഇൻ്റർഫിയർ ചെയ്യുക, മാക്സിമം പ്രൊഡക്ടിവിറ്റി കൂട്ടുക. ഇത് പിന്നീട് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുക. അത് പല പല സ്ഥലങ്ങളിൽ പല പല ടെറൈനുകളിലേക്ക് കൂടുതൽ ലാൻഡ് വാങ്ങിക്കണം. ഇപ്പോൾ ലീസിനെടുത്ത സ്ഥലം ഞാൻ വാങ്ങണം, ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഒരു 10-15 കൊല്ലം കൊണ്ട് 50-100 ഏക്കേഴ്സ് ഓഫ് ലാൻഡിലേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ലോങ് ടൈം വിഷൻ ആൻഡ് ഗോൾ. അപ്പോൾ ഇത് എത്തുമില്ലോ എന്നുള്ളത് നമുക്ക് വീഡിയോ സീരീസിലൂടെ തന്നെ കാണാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു ദ ഫാം സിൻഡിക്കേറ്റ് വ്ലോഗ് സീരീസ്. പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ വഴിയില്ല ഇങ്ങോട്ടേക്ക് കയറാൻ. വഴി ഉണ്ടായിരുന്നു, അത് മൊത്തം കാടൊക്കെ പിടിച്ചിങ്ങനെ അലമ്പായി കിടക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഹിറ്റാച്ചി വിളിച്ചിട്ട് വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് കാണാം. ഇന്ന് വഴി വെട്ടണം, അതേപോലെ വാഴയ്ക്ക് തടം എടുക്കണം. അത് രണ്ടുമാണ് ഇന്നത്തെ പ്ലാൻ.